എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സ്ക്രീനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നാളത്തെ ദിവസത്തെ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഷെയറുകളാണ്. അതിൽ ഒരു ഷെയർ മാത്രം ഇന്നത്തെ ആവറേജിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുന്ന കണ്ടാൽ നമുക്ക് ചാൻസ് എടുക്കാം. ഈ യൂണിപാർട്സ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ഷെയർ. ബാക്കിയുള്ളതിൽ ഈ ഒരു ഉമാങ് ഡയറി എന്ന് പറയുന്ന ഷെയർ വന്നിട്ട് 20% അപ്പാണ്. അപ്പോൾ അത് ഒരു R1 R2 റേഞ്ച് കയറിയിട്ട് ഇറങ്ങുന്നതാണ്. ഒരു R2 റേഞ്ചിൽ നിന്നൊക്കെ താഴോട്ട് വന്നാൽ നല്ല രീതിയിൽ നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റും. അതുപോലെ ബാക്കിയുള്ള ഷെയറുകളെല്ലാം ഇതുപോലെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ വന്നിട്ട് ഇറങ്ങുമ്പോഴോ അതല്ല R1 R2 R3 റേഞ്ചിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോഴോ നമുക്ക് ചാൻസ് എടുത്ത് ആ സമയത്തെ ഹൈയിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് നമ്മൾ ട്രേഡ് എടുക്കുക. ഇതിൽ വന്നിട്ട് ഈ TTL എന്ന് പറയുന്ന ഷെയർ 128 അതും ഈ R1 റേഞ്ചിലൊക്കെ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ ഈ ഗണേഷ് ഹൗസിംഗ് എന്ന് പറയുന്ന ഷെയർ ശ്രദ്ധിക്കുക. ഇത് വന്നിട്ട് ഇന്നത്തെ ഹൈയും R1 കണ്ടില്ലേ, ഈ രണ്ട് റേഞ്ച് ഒരുമിച്ച് രാവിലെ മോർണിംഗിൽ തന്നെ വന്നിട്ട് പെട്ടെന്ന് ഇറങ്ങിയ നല്ല ചാൻസ് ആയിരിക്കും. പക്ഷെങ്കിൽ അത് ശ്രദ്ധിക്കണം. അതുപോലെ ഈ ഡോളർ എന്ന് പറയുന്ന ഷെയറും പ്രീവിയസ് ഡേ ഹൈ അതുപോലെ R1 ഈ രണ്ട് റേഞ്ചും വന്നിട്ട് ഏകദേശം അടുത്തടുത്താണ്. ഈ റേഞ്ച് വന്നിട്ട് ഇറങ്ങുന്നുണ്ട്, നമുക്ക് ചാൻസ് നല്ലതായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഓപ്പണിങ് പെട്ടെന്ന് വന്നിട്ട് ഇറങ്ങുന്നതായിരിക്കണം. അതല്ലാതെ മാർക്കറ്റ് ടൈമിൽ വന്നിട്ട് കയറി ഇറങ്ങുവാണെങ്കിൽ നമ്മൾ ഇച്ചിരി ശ്രദ്ധിച്ചിട്ട് വേണം, അതിൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ വേണ്ടി. അതുപോലെ സോണാകോം എന്ന് പറയുന്ന ഷെയർ R1 700 റേഞ്ചാണ്. ചിലപ്പോൾ 700 മുകളിൽ പോയിട്ട് 700 കട്ട് ചെയ്ത ഒരു പ്രാവശ്യം നല്ല രീതിയിൽ ഇറങ്ങും. ചിലപ്പോൾ 10 രൂപ 15 രൂപ ഒക്കെ ഇറങ്ങി കിട്ടും. അതൊക്കെ ശ്രദ്ധിച്ച് ഇത്രയും ഷെയറുകളാണ് നമുക്ക് നല്ല രീതിയിൽ ചാൻസ് തരാൻ സാധ്യതയുള്ളത്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് നിഫ്റ്റി 0.34 പ്ലസ്, ബാങ്ക് നിഫ്റ്റി ജസ്റ്റ് ഒരു പ്ലസ്. മോർണിംഗ് തൊട്ട് ഡൗണിലായിരുന്നു ബാങ്ക് നിഫ്റ്റി, ലാസ്റ്റ് ടൈമിൽ കയറി വന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ട്രേഡിങ്ങിന് എടുത്ത ഷെയറിനകത്ത് നമ്മൾ 14 ഷെയറാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. അതിൽ നമുക്ക് ഒരു 10 ഷെയർ നല്ല രീതി ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു കുറച്ച് ഷെയർ ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഫസ്റ്റ് ഇത് നമ്മളിൽ 14 ഷെയറാണ് സെലക്ട് ചെയ്തിരുന്നത്. അതിൽ 10 ഷെയർ നല്ല രീതിയിൽ തന്നു. കുറച്ച് ഷെയർ കാണിച്ചു തരാം. ഡീപ്പ് എനർജി എന്ന് പറയുന്ന ഷെയർ നെറ്റ് ഇച്ചിരി സ്ലോ എന്ന് തോന്നുന്നു. ഡീപ്പ് എനർജി ഓപ്പണിങ്ങിൽ ഇവിടെ ഓപ്പണായി നേരെ കയറി ഇവിടെ R1 മുകളിൽ പോയി R1 കട്ട് ചെയ്ത് നമ്മളിവിടെ എൻട്രി എടുക്കുക. 218-19 റേഞ്ച് എൻട്രി എടുത്തിട്ട് ഈ ഹൈയിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടും. ഇതാണ് ഹൈ. അത് ആ CPR ഹൈ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഇതാണ് ഹൈ. നമ്മൾ ഈ റേഞ്ചിൽ ആ CPR നോക്കണം. ഇവിടെയാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. 218-50 റേഞ്ചിൽ എൻട്രി എടുത്താൽ നമുക്ക് ലാസ്റ്റ് ടൈം ആയപ്പോൾ കണ്ടില്ല 190 വരെ വന്നിട്ടുണ്ട്. 218 ഏകദേശം 28 രൂപ പ്രോഫിറ്റ്, സൂപ്പർ പ്രോഫിറ്റ്. നമ്മൾ ആ ജസ്റ്റ് ഈ ഹൈ ഇട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നാൽ മതി. അടുത്തത് സാൽസർ എന്ന് പറയുന്ന ഷെയർ. സാൽസർ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, ഇറങ്ങി. R1 പോയില്ല, ഇറങ്ങി. നമ്മളിവിടെ ഒരു എൻട്രി എടുത്താൽ 791-92 എൻട്രി എടുത്താൽ ഇവിടെ ആകുമ്പോഴത്തേന് 753, ലാസ്റ്റ് ആകുമ്പോഴത്തേന് 714 ഏകദേശം
76-80 രൂപ ആ റേഞ്ചിലോട്ട് പ്രോഫിറ്റ്, നല്ല ഹ്യൂജ് പ്രോഫിറ്റാണ് ഇതിനകത്ത്. അതിനുശേഷം AVG എന്ന് പറയുന്ന ഷെയർ, AVG ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് താഴോട്ട് പോയി തിരിച്ച് പെട്ടെന്ന് കയറി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു 61. ഇത് ഹെവി മൂവ്മെൻറ്റ് ആ സമയത്താണ്. അതിനുശേഷം ഇവിടുന്ന് കട്ട് ചെയ്തു 61 താഴെ വരുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. ഇവിടെ എൻട്രി എടുത്താൽ 658 റേഞ്ച് വരെ എൻട്രി എടുത്താൽ 10 മിനിറ്റ് കൊണ്ട് 622, ഏകദേശം 36 രൂപ പ്രോഫിറ്റ്. വീണ്ടും അത് ഏകദേശം ആവറേജ് തന്നെ മുകളിലും കണ്ട് കയറി വന്നെന്ന് തോന്നുന്നു. ആവറേജ് അല്ല, ഇത് പിന്നെ കുറച്ച് കയറി വന്നിട്ട് ഇവിടെ എൻട്രി എടുക്കാൻ പറ്റത്തില്ല നമുക്ക്. രണ്ടാം എൻട്രിയിൽ നമുക്ക് ഒന്നുകിൽ ഇവിടെ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. ഇതിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചാൻസ് എടുക്കാമെന്ന് പറയാം. പക്ഷേ ഇത് റിസ്ക് കൂടുതലാണ്. ഇതിൻ്റെ ആവറേജ് മുകളിലാണെങ്കിൽ നമുക്ക് റിസ്ക് കൂടുതലാണ്. ഇതിപ്പോൾ ആവറേജ് എനിക്കൊന്ന് പറയാം ഈ റേഞ്ച് തന്നെയാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. ആവറേജ് 629. ആ റേഞ്ച് ഇതാണല്ലോ 628-29. അതിന് മുകളിൽ പോയിട്ട് തിരിച്ച് ആവറേജ് കാട്ടുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാൻ കുഴപ്പമില്ല. എന്നാലും ഇവിടെ റിസ്ക് കൂടുതലാണ്. അടുത്തത് സാഗിൽ എന്ന് പറയുന്ന ഷെയർ, ഓപ്പണിങ് തന്നെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു 61 പോകാതെ കട്ട് ചെയ്ത് തിരിച്ച് പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്തു. അതുപോലെ നമ്മൾ 344 റേഞ്ച് വരെ എൻട്രി എടുത്താൽ 332, വീണ്ടും ഏകദേശം ആ റേഞ്ച് പോകുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് 326, ഏകദേശം 16-17 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പ്രീക്യാം എന്ന് പറയുന്ന ഷെയർ, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി 61 മുകളിൽ പോയി 61 താഴെ പിന്നെ തിരിച്ച് കാട്ടിയും ഇവിടെ എൻട്രി എടുത്താൽ 244 എടുത്താൽ 236, ലാസ്റ്റ് 233, ഏകദേശം 13 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. അതിനുശേഷം വാബാഗ് എന്ന് പറയുന്ന ഷെയർ, ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി നമ്മളിവിടെ എൻട്രി എടുക്കുക. 806 എൻട്രി എടുത്താൽ നമുക്ക് 795, 10-11 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെയും തിരിച്ചു പോയി പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോകുന്നുണ്ട്. പക്ഷേ ഹൈ അടിക്കുന്നില്ല, തിരിച്ച് വീണ്ടും ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കും. 806-807 റേഞ്ച് എൻട്രി എടുത്താൽ നമുക്ക് വീണ്ടും 789, 16-17 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. ലാസ്റ്റിലോട്ട് നമുക്ക് നോക്കുമ്പോൾ 778 വരുന്നുണ്ട്. 27-28 രൂപ പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചാൻസ് 361 എന്ന് പറയുന്ന വിഷയമാണ്. 61 ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു 61 അടുത്ത് വരെ പോയി. പക്ഷേ 61 അടിച്ചിട്ട് ഇറങ്ങണം നമുക്ക് ഇവിടെ എടുക്കാം. അത് നേരെ തിരിച്ച് വന്ന് പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ വന്നു. നമ്മളിവിടെ എടുക്കുക. 774 എടുത്താൽ 747, 27 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ജൂബിലൻ്റ് ഇൻഗ്രേവ് എന്ന് പറയുന്നൊരു ഷെയർ, അതും പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി അടിച്ചു 61 അടിച്ചില്ല, തിരിച്ച് പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ ഇറങ്ങി നമ്മളോട് ഇവിടെ എൻട്രി എടുക്കുക. 495 എടുത്താൽ 479, 471, 72 റേഞ്ചിലോട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ഷെയർ വേറെ, തർമാത്ത് എന്ന് പറയുന്ന ഷെയർ, പിന്നെ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കാണിച്ചെന്ന് തോന്നുന്നു. ഓക്കെ, 10 ഷെയറുകളും ഉണ്ടായിരുന്നു, 10 ഷെയർ കാണിച്ചെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളായിരുന്ന കാര്യങ്ങൾ ഇന്നത്തെ ട്രേഡിങ്ങിൽ. അപ്പോൾ നാളത്തെ ട്രേഡിങ്ങിൽ നമ്മൾ നോക്കി നമ്മൾ പറയുന്ന രീതിയിൽ ട്രേഡിങ്ങിന് ചാൻസ് കിട്ടുമ്പോൾ മാത്രം എൻട്രി ചെയ്തിട്ട് നമ്മൾ പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഓവർ ട്രേഡ് ചെയ്യുകയോ അതല്ല ലെവൽ വരാതെ എൻട്രി എടുക്കുകയോ ചെയ്യരുത്. നമ്മൾ ചെയ്യുന്ന രീതിയുടെ വീഡിയോ നമ്മുടെ ഐ ബട്ടണിൽ കാണും, അത് ശ്രദ്ധിച്ചാൽ മതി. അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം, പ്രാക്ടീസൊക്കെ ചെയ്തതിന് ശേഷം മാത്രം ഞാൻ ഈ പറയുന്ന രീതിയിൽ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.